ഹായ് അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇന്ന് സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാ മക്കളും സ്കൂളിലൊക്കെ പോയെന്ന് കരുതുന്നു. ഒന്ന് മഴയൊക്കെ ഇച്ചിരി കുറവുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഇന്നുണ്ടായിരുന്ന ഒരു ദിവസമാണ്. എല്ലാ സ്കൂളുകളും 2-ാം തീയതി ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഗവൺമെൻറ് സ്കൂളെല്ലാം 2-ാം തീയതി ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ 4-ാം തീയതി ഓപ്പൺ ആകുന്ന സ്കൂളും ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ മോൻ ആദിക്കുട്ടൻ, അവൻ പുനലൂരാണ് പഠിക്കുന്നത്. അവന് 11-ാം തീയതിയാണ് സ്കൂള് തുറക്കുന്നത്. ഞാനിന്ന് വന്നിട്ടുള്ളത് നോട്ട്ബുക്കും ബുക്കും ഒക്കെ ബൈൻഡ് ഇടുന്ന ഒരു വീഡിയോസ് ആയിട്ടാണ്. ഞാനിങ്ങനെ മോക്ക് നോട്ട്ബുക്ക് ബൈൻഡ് ഇടായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അപ്പോൾ അറിയാമായിരിക്കും, എങ്കിലും ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാനിത് ബ്രൗൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ആ നോട്ട്ബുക്ക് പൊതിയിടുന്ന ചെറിയ നോട്ട്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ പേപ്പർ വേസ്റ്റ് ആവാതെ നമുക്ക് നോട്ട്ബുക്ക് പൊതിയിടാൻ പറ്റും കേട്ടോ. ഈ രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നോട്ട്ബുക്ക് ഈ വീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പം പേപ്പർ ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കവർ ടൈപ്പ് പേപ്പറാണ് കേട്ടോ, ബ്രൗൺ പേപ്പറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അത് കളറുകളിലാണ് വരുന്നത്. മൂത്ത മോക്ക് ഞാൻ വെള്ള ബ്രൗൺ പേപ്പറാണ് വാങ്ങിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ആൾക്ക് 2 കളറിൻ്റെ ഷീറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 2 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് 2 കളറിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ബുക്കും നോട്ട്ബുക്കും മാറാതിരിക്കും കേട്ടോ. അപ്പം കളർ നോക്കി നമുക്ക് പെട്ടെന്ന് ആരെ ബുക്കാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ അങ്ങനെ ഷീറ്റ് വാങ്ങിച്ച് പൊതിയിട്ടാൽ മതിയാകും. പിന്നെ ഈ പേപ്പർ നമുക്ക് സ്റ്റാപ്ലെയറും ഗമ്മോ വെച്ച് ഒട്ടിച്ചിട്ടല്ലാതെ ഇത് നല്ല ഷേപ്പിൽ ഇരിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്റ്റാപ്ലെയർ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സാധാ ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, നമ്മളൊക്കെ പഠിച്ച സമയത്തുള്ളത് ഇപ്പോഴും ഉണ്ട്. ആ ബുക്ക് പൊതിയുടെ സ്റ്റാപ്ലെയർ ഇല്ലാതെ ഞാൻ കാണിക്കുന്ന രീതിയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അത് ആ പേപ്പർ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ വെച്ച് കാണിക്കുന്നത്. നമ്മൾ സാധാരണ ബുക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കൂലേ, അത് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നോട്ട്ബുക്കിൻ്റെ ബൈൻഡിൻ്റെ ഈ അറ്റ ഭാഗം ഉണ്ടല്ലോ വീഡിയോയിൽ കാണുന്ന ആ അറ്റ ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ഇത് കണക്ക് ആ ബൈൻഡിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം മടക്കിയാൽ മതി. ഈ കാണുന്ന കണക്കെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാപ്ലെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് പൊതിയളവ് പോകത്തുമില്ല, അതേ കണക്കിരിക്കും കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല നമുക്ക് പൊതിയിട്ട് എടുക്കുകയും ചെയ്യാം. സ്റ്റാപ്ലെയറിൻ്റെ ഗമ്മിൻ്റെ ഒന്നും ആവശ്യം വരുന്നതുമില്ല. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ ബുക്ക് ബൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്ക് സ്റ്റാപ്ലറിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഞാൻ ആദ്യം ഈ ബൈൻഡ് ഇട്ട പേപ്പറിൽ അത് നമുക്ക് സ്റ്റാപ്ലർ അടിച്ചേ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.